ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോഴേ എല്ലാവരും ഒന്ന് വെട്ടം അടിക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഭയങ്കര വെട്ടം മാതിരി സൂര്യപ്രകാശം അടിക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. അപ്പോഴേ എന്നത്തെയും പോലെ നമ്മൾ ബ്യൂട്ടി ടിപ്പ് ഒന്നും അല്ല കാണിക്കുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. 2-3 ദിവസം കൊണ്ട് എടുത്തു വെച്ചേക്കുന്നു. നമ്മളിങ്ങനെ ഓരോ ടിപ്പ് ചെയ്ത് ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. ഇന്ന് ഞാൻ തപ്പിയെടുത്ത് വീണ്ടും കേട്ടോ. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കഴുകി സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോഴും ബ്യൂട്ടി ടിപ്പൊന്നുമല്ല, നമുക്ക് അതൊക്കെ ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉവ്വാവൊക്കെ മാറട്ടെ, തലേ വല്ലതും ചെയ്യുന്നതും കാണിക്കണമെങ്കിൽ ഉവ്വാവൊക്കെ മാറട്ടെ. മുഖത്ത് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് എന്താ തണുപ്പുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പം വീണ്ടും ഉവ്വാവൊക്കെ കൂടി വരത്തതേ ഉള്ളൂ കേട്ടോ, തണുപ്പൊക്കെ ആയതുകൊണ്ട്. അപ്പോഴെന്തായാലും ഇന്നലത്തേനെക്കാട്ടിലും ഒരു ഇച്ചിരി കുറവൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഇച്ചിരി ഒരു സുഖം വരുന്നത് രാവിലെ ഇച്ചിരി ചൂട് വെള്ളത്തിലൊക്കെ കുളിക്കുമ്പം ഒരു ഉവ്വാവൊക്കെ ഇച്ചിരി ഒന്ന് മാറും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജലദോഷമോ പനിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുളിക്കാതെയൊക്കെ ഇരിക്കുമ്പം ഒത്തിരി കൂടെ വയ്യായിയൊക്കെ വരത്തേ ഉള്ളൂ. പിന്നെ തീരെ അങ്ങ് വയ്യെങ്കിലേ ഉള്ളൂ നമ്മൾ കിടപ്പുമാവുന്നത് കേട്ടോ. അപ്പോഴെന്തായാലും ഇങ്ങനെയൊക്കെ വണ്ടിയൊക്കെ ഓടിപ്പോട്ടെ അല്ലേ. കിടന്നാൽ നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് തരാനല്ലേ. അപ്പോഴും സുപ്പ് കാണിക്കുന്നത് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കഴുകി ഉണക്കണം. കഴുകി ഉണക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ ഞാൻ കഴുകുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കഴുകിയിട്ടാണോ എല്ലാം ചെയ്യുന്നത് എന്നാ ചോദിക്കും. നമ്മൾ കവർ പാക്കറ്റിലെ ഓരോ സംഭവങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളിതൊക്കെ അവർ കഴിയുകയാണോ എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ കവർ പൊട്ടിക്കുക, തട്ടിയിടുക, കടുവറക്കുക, കഴിക്കുക അല്ലേ. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ സമയം കിട്ടിയില്ലെങ്കിലും നമ്മളിതൊക്കെ കഴുകിയെടുക്കും കേട്ടോ. മുളകും മല്ലിയും നമ്മൾ കഴുകി വറുത്ത് പൊടിക്കും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കഴുകി ഉണക്കി ഇങ്ങനെ വെക്കും. തീരുന്നതിന് മുന്നേ നമ്മൾ കഴുകി വെച്ചില്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളെ ഒരു സ്പൂൺ കടുകിനൊക്കെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കടം ചോദിക്കാൻ പോവായിരുന്നു അല്ലേ. ഇപ്പം പിന്നെ നാണക്കേടം, അവൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്നും പറഞ്ഞ് കുശുമ്പി പെണ്ണുങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കും. ഇല്ലെങ്കിലും പോകത്തില്ല കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഇല്ലെങ്കിലും പോകത്തില്ല. അവൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഒന്നും വാങ്ങിക്കാൻ, പിന്നെ ഞാൻ എന്തിനും അങ്ങോട്ട് പോകണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ചിന്തിക്കുന്നത്. സത്യമായിട്ട് എത്ര പേരുടെ മനസ്സിൽ ലഡുവട്ടി കാണും. ലഡുവട്ടിയെങ്കിൽ അവിടെ ഇരുന്നോ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആരും വായ്പ വാങ്ങിക്കാനൊന്നും പോകത്തില്ല. എൻ്റെ കുഞ്ഞുനാളിലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാവത്തുങ്ങളാണ്. ഇപ്പോഴും അവരൊക്കെ ആ ഒരു സ്റ്റേജിൽ തന്നെയൊക്കെയാണ്. അപ്പോഴും അവരൊക്കെ പിന്നെ ചിലപ്പം തീപ്പെട്ടി കാണത്തില്ല. തീപ്പെട്ടി ഇല്ലാത്ത സമയത്ത് ഇവർ അമ്മയോട് വന്ന് ചോദിക്കുന്ന കേൾക്കാം, തീക്കനൽ വന്ന് ചോദിക്കും. അപ്പോഴമ്മ ഈ തൊണ്ടിനകത്ത് തീക്കനലൊക്കെ കൊടുത്ത ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. ആ ഒരു സമയമുണ്ട്, നമ്മുടെ ആ കുഞ്ഞുനാളിലത്തെ ആ ഒരു സമയമുണ്ട്. ഇപ്പോൾ പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കടവും വായ്പയൊന്നും വാങ്ങിക്കാൻ പോകത്തില്ല പിള്ളേരെ. ഇപ്പം ഇങ്ങനെ ലോട്ട് കണക്കിന് കെട്ടിയമാർ കൊണ്ട് ഇട്ട് തരിക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞ് നമുക്ക് കൊണ്ടിട്ട് തരിക. പിന്നെ നമ്മൾ എന്തിനപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പോന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഐഡിയ ഒക്കെ ഇപ്പോൾ ഉണ്ട്. തീരുന്നതിന് മുന്നേ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലില്ലെങ്കിൽ എല്ലാം പോയി കേട്ടോ. നേരത്തെ സത്യം പറഞ്ഞ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പഞ്ചസാരയും തേയിലയും ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ വിരുന്നുകാർ വന്നിരിക്കുക ഇല്ല സംഭവം. നമ്മൾ അപ്പുറത്തോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്ക് വശത്തോട്ടോ പോയി ഏതെങ്കിലും ചേച്ചിയേ ഇച്ചിരി ഇതാ ഞാൻ വാങ്ങിക്കുമ്പോൾ അങ്ങ് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ. സത്യമായിട്ടും ഇപ്പം പക്ഷേ ഇല്ല. ഇപ്പം പിന്നെ എല്ലാവരും വരുന്നവർ മൊത്തവും ഷുഗറുള്ളവർ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പഞ്ചസാര ഇല്ലെങ്കിലും നമ്മളൊക്കെ രക്ഷപ്പെടും. ചിലർക്ക് മാത്രം മതി ഇതിനകത്ത് പഞ്ചസാര കഴിക്കുന്നവർ, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് വന്നത് എന്താണ്, ഒരു 2-3 ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കഴുകി ഉണക്കണം കേട്ടോ. ഇന്ന് കഴുകി ഉണക്കണം. അതിനാ സുപ്പ് ഇന്ന് വന്നിവിടെ നിൽക്കുന്നത് കേട്ടോ. ഇരുമ്പ് എടുക്കാൻ മറന്നുപോയി. എന്തൊരു മടിയാണ് പെരയ്ക്കകത്തോട്ട് കയറാൻ. ഇതേ അപ്പുറത്തോട്ട് കാലെടുത്ത് വെച്ചാൽ മതി, മടി സാരമില്ല. പിന്നെ എന്തിനാ ദൈവം പല്ലൊക്കെ തന്നിരിക്കുന്നു എന്നാ. നമുക്ക് കടുക് ഒരു ശകലം പോലും നിറയെ വീഴരുത് കേട്ടോ. 2-3 പാക്കറ്റ് കടുകുണ്ട് കേട്ടോ. പക്ഷേ
2 പാക്കറ്റ് നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഈ ചില കവർ പെട്ടെന്ന് പൊട്ടത്തില്ല കേട്ടോ. ഈ കവർ പെട്ടെന്ന് ആ പൊട്ടാത്ത കവറാണ് ഞാൻ കടിച്ചത് കേട്ടോ. അതെനിക്കറിയാം കവർ കണ്ടാലേ. അപ്പോൾ ഒരു കവർ കടുക് എടുക്കുന്നില്ല. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു 2 ആഴ്ചത്തേക്ക് കാണും. അങ്ങനെ വേണ്ട, വല്ലപ്പോഴൊക്കെ ഈ ജോലിയൊക്കെ ചെയ്യണമല്ലേ. പക്ഷേ ഇപ്പോഴത്തെ കടുകിനകത്തൊന്നും ഉണ്ടല്ലോ ഒരു ശകലവും മണ്ണൊന്നുമില്ല കേട്ടോ. മണ്ണൊന്നുമില്ല. പണ്ടായിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ അരിച്ചരിച്ച് ഉപ്പാട് വരും അമ്മമാരൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കടുകിനകത്തൊന്നും കല്ലില്ല. എല്ലാം എളുപ്പമാണ്. എല്ലാം എളുപ്പമാണ്. എളുപ്പപ്പണിയാണ് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ എല്ലാം. എന്തായാലും ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല എന്നാൽ ചോദിക്കുമ്പോൾ ആരും അങ്ങനെയൊന്നും കഴുകത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തായാലും 2-3 പ്രാവശ്യം സൂപ്പും അങ്ങ് കഴുകുന്നുണ്ട് കേട്ടോ. നിങ്ങളും കഴുകിക്കും. എന്തെങ്കിലും കീടാണുക്കൾ ഇരിക്കുമെങ്കിലും കേട്ടോ. നമുക്കൊന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം 2 വെള്ളമായിരുന്നു. ഇതിനകത്ത് കല്ലൊട്ടുകയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടിടുക ഇങ്ങോട്ടിടുക. ഞാൻ കാണിക്കാം എങ്ങനെയാണ് കേട്ടോ അരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ അത്? വെള്ളം എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇനി ഞാൻ പിച്ചിപ്പൂവൊക്കെ വെച്ച് കേട്ടോ. നമ്മൾ ഈ ബ്യൂട്ടി ടിപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. ബ്യൂട്ടി ടിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് പൂ വയ്ക്കാത്തത് കേട്ടോ. മുടിയിലും മുഖത്തൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. എന്നിവിടെ പിച്ചിപ്പൂ കൊണ്ട് ഇത് ഇങ്ങനെയാണ് നമ്മൾ അരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അമ്മമാർ പണ്ട് അരിക്കുന്നത് കണ്ടിട്ടില്ലേ. ഇത് ഇങ്ങനെ അങ്ങോട്ട് അരിക്കും നമ്മൾ കേട്ടോ. നമ്മൾ 3 പ്രാവശ്യത്തെ കഴുകൊക്കെ ആയി കേട്ടോ. ഒന്നുമില്ല ഇതിനകത്തൊന്നും. എന്ത് പണിയെ എളുപ്പമോ പെണ്ണുങ്ങൾക്കല്ലേ. അപ്പോൾ ഇത് ഞാനൊന്ന് കൊണ്ടുപോയി ഇട്ടിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഉലുവായും പെരിഞ്ചീരകവും എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകത്തിൻ്റെ എനിക്കൊരു വിഷമം വരുന്നു. പെരിഞ്ചീരകം കഴിയുക തവിട് പൊടിയാവും തോന്നുന്നു. വെയിൽ അത്രയും മേലില്ല. പക്ഷെ ഉലുവായും കടുവൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇവന്മാരുടെ ദേഹത്ത് ശരീരത്തൊരു തുള്ളി പോലും വെള്ളം പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പക്ഷേ പെരിഞ്ചീരകം ഒന്ന് കഴുകിയിട്ടൊന്ന് ഉണങ്ങാതെ അതെത്രയായാലും ശരിയാവത്തില്ല കേട്ടോ. നോക്കട്ടെ, നമുക്ക് നോക്കാം. പെരിഞ്ചീരകം കഴുകി വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി വെയിൽ വരുമ്പോഴേ ഞാൻ കഴുകുന്നു. ഇത് ഞാൻ കൊണ്ടിട്ടിട്ട് വരട്ടെ. വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ കേട്ടോ. ഒരെണ്ണം പോലും കടുക് തറ വീഴുന്ന ആരെങ്കിലും ഒക്കെ വഴക്കേ വരുമെന്ന് കേട്ടോ. ഞാൻ ഒന്ന് കൊണ്ടിട്ടിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് കൊണ്ടിട്ടിട്ട് വന്നു. ഇതേപോലുള്ള പ്ലാസ്റ്റിക്കിന് ഭയങ്കര ഇല്ല. നമുക്ക് പൊട്ടിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഉലുവ ഒന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ ഞാൻ കരി ഉണക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് പൊടി ഇരിപ്പുണ്ട്. ഇപ്പോഴൊക്കെ വേണ്ട. അതുകൊണ്ട് ഒരു കവറ് എടുക്കാം കേട്ടോ. അങ്ങോട്ട് മങ്ങലാണ്. എനിക്ക് ആ പെരിഞ്ചീരകത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാം, പന്നലായി പോകും. ഒരു ദിവസം നന്നായിട്ട് വെയിൽ കൊണ്ട് പെരിഞ്ചീരകം ശരിയാവത്തുള്ളൂ കേട്ടോ. ചെറിയ ജീരകമല്ല, പെരിഞ്ചീരകം. അത് മാത്രമായിട്ടും നമുക്ക് മസാലയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പൊടിച്ച് വയ്ക്കാം കേട്ടോ. മറ്റേ മസാലകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പൊടിച്ച് വയ്ക്കാം. ഉലുവാപ്പുട്ടനെ പിന്നെ നമ്മളെപ്പോഴും എടുക്കും കേട്ടോ. നമ്മുടെ മുടിക്കും മുഖത്തിനും ഒക്കെ ഇടാൻ വേണ്ടി നമ്മൾ എപ്പോഴും എടുക്കും. ഒന്നുമില്ല കേട്ടോ, അടുപ്പൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന്, ഇത് മനസ്സമാധാനത്തിന് നമ്മൾ കഴുകിയൊക്കെ വയ്ക്കണം കേട്ടോ. ഒന്നുമില്ല. നല്ല തെളിഞ്ഞ വെള്ളം കഴുകിയെടുക്കുന്നത് മൊത്തം. എന്താ എളുപ്പമാണ്. മുളകും മല്ലിയൊക്കെ കഴുകിയെടുക്കാവും എല്ലാവരും കേട്ടോ. ഇച്ചിരി വെള്ളം കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. എനിക്കാണെങ്കിൽ നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഉലുവായൊക്കെ തലേന്ന് രാത്രി ചൂടുവെള്ളത്തിനകത്ത് ഇട്ടിട്ട് നമ്മൾ രാവിലെ ആ വെള്ളം കുടിക്കണം കേട്ടോ. നമ്മുടെ അണ്ണനെ ഞാൻ ഭീഷണിപ്പെടുത്തി ഇവിടെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കും ഇവിടെ പാവത്തിന് കേട്ടോ. പിന്നെ നല്ലതാട്ടോ ഷുഗറുകാർക്കൊക്കെ. അങ്ങനെ 2 കൂട്ടം നമ്മൾ ഇവിടെ കഴുകി വന്ന് വലിയ അരിപ്പ ആയതുകൊണ്ട് പോയില്ല കേട്ടോ. 2 കൂട്ടം നമ്മൾ കഴുകി ഒരെണ്ണം കൊണ്ടുവച്ചു. ഇനി ഇതും കൂടെ നമുക്ക് കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ. ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം.
ഞാൻ കാണിക്കാം എവിടെ കൊണ്ട് വെക്കുന്നതെന്ന് കേട്ടോ. പിന്നെ പെരുംജീരകം കഴുകി വെച്ചാൽ ശരിയാവും എന്തോ എനിക്കറിയത്തില്ല. വെയിൽ അങ്ങോട്ടില്ല കേട്ടോ. എനിക്കതുകൊണ്ടൊരു പേടി. ഇത് കുതിർന്നെല്ലാം കൊള്ളത്തില്ല കേട്ടോ. അന്നേരം നല്ല നല്ല വെയിലത്ത് ഉണങ്ങി വരണം. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇത്തിരിയും കൂടെ കഴിഞ്ഞ് വെയിൽ വരുന്നത് വരെ ഞാൻ കത്തിയിരിക്കും. അത്ര കൊള്ളത്തില്ല. ഇത് കൊണ്ടിട്ടിട്ട് വരട്ടെ. നമ്മളിവിടെ ഉണക്കുന്നത് കേട്ടോ. മേളിൽ കയറാൻ വയ്യ, കാലിൻ്റെ മുട്ടൊന്നും വയ്യ. അതുകൊണ്ട് നമ്മളിവിടെ ഉണക്കുന്നത് കേട്ടോ. ആ ഇരിക്കുന്നത് ഓറഞ്ച് തൊലി നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണങ്ങി തീർന്നില്ല, ഇനി ഉണങ്ങണം കേട്ടോ. വെയിൽ കുറവാണ്. എന്നാലും നമ്മൾ ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിക്കിയാൽ മതിയല്ലോ. ഇല്ല, കോഴി ചിക്കുന്നതിൻ്റെ കൂട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിക്കിയിട്ടാൽ മതി കേട്ടോ. വല്ലതും കേൾക്കുന്നോ? കൂയി മര്യാദക്ക് എളുപ്പം ഉണങ്ങിപ്പോണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് ഇങ്ങനെ. പക്ഷെ വെയിൽ കുറവാണ്, വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഓറഞ്ച് തൊലി. കണ്ട വേണ്ട, ചെറുതായിട്ട് ഉണങ്ങി വരുന്നു കേട്ടോ. ഉണങ്ങിയില്ല, ഉണങ്ങട്ടെ നന്നായിട്ട്. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി എന്താണ് പരിപാടി? ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നോക്കട്ടെ എന്തെങ്കിലും. പെരുംജീരകം ഞാൻ കഴുകുന്നില്ല കേട്ടോ. അത്ര വെയിലില്ല. നമ്മളത് കഴുകിയാൽ പന്നലായി പോകും. വെയിലിൻ്റെ കണ്ടിട്ട് ഞാനത് കഴുകുന്നുള്ളൂ കേട്ടോ. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മുടെ ഇല്ലേ വെൽവെറ്റ് ചീരയുണ്ടല്ലോ. വെൽവെറ്റ് ചീരയുടെ അരി വന്നിങ്ങനെ എപ്പോഴും ചുരണ്ടി എടുക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ മൊത്തത്തിൽ അങ്ങ് വിതറും. ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ. ചീര അരി മാതിരിയല്ല ഈ അരി. നമ്മുടെ കയ്യിൽ നനഞ്ഞ കൈയാണെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം ഇങ്ങനെ കുരുരാന്നിരിക്കും. അപ്പോഴിതേ ഈ ഒരു ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ചതാണ് കേട്ടോ. ഈ ഒരു ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വെയിലൊക്കെ മാറുമ്പം നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോഴും മുറ്റത്തൊക്കെ ഇങ്ങനെ മരങ്ങളും ചെടികളും ഒക്കെ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേമാതിരി ഒരു സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചാൽ നമുക്കിവിടെ ഇന്ന് വല്ലതുമൊക്കെ കുറിക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. കുറിക്കുകയും കഴിക്കുകയും ഒന്നാണല്ലോ. ചായയൊക്കെ കുടിക്കാം. രാവിലെ വന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ നല്ലതാട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ നമ്മുടെ കുഞ്ഞു കിളികൾ വരും. കുഞ്ഞു കിളികളും ചിത്രശലഭമൊക്കെ ഇഷ്ടം പോലെ വരും. അപ്പോഴെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ പിച്ചിക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്കിരിക്കാൻ പാകത്തിൽ 4 വശത്തും ഇങ്ങനെ പണിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇരിക്കാമല്ലോ. പിന്നെ സുപ്പൂന് നീളം കൂടുതലായത് കൊണ്ട് അണ്ണനോട് പറഞ്ഞു എനിക്കൊരു സ്റ്റാൻഡ് കൂടെ വേണം. ഇവിടെ താഴെ ഒരു പടിയും കൂടെ വേണം. സുപ്പൂന് എത്തത്തില്ല കാലേ. അപ്പോഴേ ഇങ്ങനെ ഒരു പടിയും കൂടെ ചെയ്തിട്ട് കൊടുത്താൽ അത് നല്ലതാണ് കേട്ടോ. അപ്പോഴേ ഇത് നമ്മൾ ഏൽപ്പിച്ച ഒരു ഭംഗിയായിട്ട് നമുക്ക് അത് ചെയ്തു തന്നു കേട്ടോ. ആശാന്മാർ നമ്മുടെ അടുത്ത് തന്നെയുള്ള ആശാന്മാരാണ് ആശാന്മാരുടെ പണിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്ര ഇതായിട്ട് വരുമെന്ന് നമ്മൾ വെറുതെ ഒരു 4 കാല് പണിയണമെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ സംഭവം എൻ്റെ ഒരു ഐഡിയയിൽ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, എന്തുകൊണ്ട് ഇങ്ങനെ ഇതേപോലൊക്കെ ചെയ്താൽ നമുക്ക് ഇവിടെ ഇരുന്നൂടാ, വന്നതേ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ കേട്ടോ. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാൻഡൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ സ്റ്റാൻഡൊക്കെ പണിതേ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. സന്ധ്യക്കൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നല്ല രസമാണ്. നമ്മുടെ മരത്തിന് കീഴേക്ക് ഇരുന്ന് നല്ല രസമാണ് കേട്ടോ. എനിക്ക് പിച്ചിപ്പൂവും പറിക്കാൻ അതിൻ്റെ മണവും ഏറ്റുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പണിഞ്ഞ് വന്നപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മുറ്റത്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തൊക്കെ ഇട്ടുള്ളൂ. നല്ല രസമാണ് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ വന്നിരുന്നത് ഇപ്പോൾ ഉച്ചയായി കേട്ടോ. ഇപ്പം ഉച്ചയായി, ഇവിടെ തണലാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇരിക്കാനും. നല്ല രസമാണ്. നമ്മുടെ കാക്കച്ചിമാർ കിടന്ന്
അലമ്പുണ്ടാക്കുന്നതൊക്കെ നമുക്ക് കേട്ടിരിക്കാം കേട്ടോ. അപ്പോഴെന്നോട് ചോദിച്ചായിരുന്നു, പിന്നെ നമ്മൾ മുറ്റത്തിട്ടേക്കുന്ന ബേബി മെറ്റിലാട്ടോ, നമ്മൾ മറ്റേതല്ല പാകിയേക്കുന്നത്, മെറ്റിൽ പാകിയേക്കും കേട്ടോ. എനിക്കതാ ഇഷ്ടം. നമ്മൾ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ കിടക്കുന്നു. പിന്നെ സൈഡിലൊക്കെ നമ്മൾ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ കലാവിരുതാണ്. ഓരോ ചെടികളൊക്കെ കൊണ്ട് നട്ട് ഇതേമാതിരി ബോർഡറൊക്കെ കൊടുത്തേക്കും കേട്ടോ. അപ്പോഴെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിടും. നല്ല രസമാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രത്തോളം ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയാണ് കേട്ടോ. ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മക്കൾക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇരിക്കാൻ പാകത്തിലാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഭംഗി. അങ്ങനെ നമ്മൾ എല്ലാം ഉണക്കാൻ ഇട്ട് കൊടുത്ത് ഉണങ്ങി കാണുമല്ലോ. നമ്മൾ വെയിലുണ്ട്, എന്നാലും വെയിലിന് അങ്ങോട്ട് ചൂടൊക്കെ വരും കേട്ടോ. കരിയിലക്കിളി എല്ലാം കൂടെ ബഹളം. അവളുമാരെല്ലാം കൂടെ ബഹളം. കുടുംബ പ്രശ്നമാണ് തോന്നുന്നത്. ഞാൻ പോയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കും, എന്നാലല്ലേ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. പേപ്പറിനകത്താണെന്ന് കിട്ടും. പ്ലാസ്റ്റിക് ഇട്ടാൽ വെള്ളം താഴോട്ട് പോകത്തില്ല. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പേപ്പറിനകത്തായിട്ട് കൊടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വലിയും. അല്ലെങ്കിൽ ഉലുവയ്ക്കകത്തും കടയിനകത്തൊന്നും വെള്ളം പിടിക്കത്തില്ല, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ചിലപ്പോൾ ഞാൻ പൊടിയില്ല, ഇപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്ത ദിവസം ഉണ്ടല്ലോ, പെട്ടെന്ന് ഇച്ചിരി ഉലുവ അങ്ങോട്ട് കഴുകിയിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു ചെറിയ പാത്രത്തിനകത്തോട്ട് വെച്ച് നമ്മൾ കഴുകി അങ്ങോട്ടിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാനും എളുപ്പമാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇടിവെല്ലും കൊണ്ടൊന്ന് പെട്ടെന്ന് വേണമെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴത്രയും അങ്ങനെ തീരെ ക്ഷാമമൊന്നും ഇരിക്കത്തില്ല. അതിന് മുന്നേ ഞാനെല്ലാം ചെയ്ത് വയ്ക്കും കേട്ടോ. കാക്കച്ചിമാരും കരിയിലക്കിളിയും എൻ്റെ ദൈവമേ എന്തൊരു ബഹളമാണ്, ഭയങ്കര ബഹളം. എന്നെക്കാട്ടിലും ബഹളമാണ് അവളമാർ കേട്ടോ. നിങ്ങൾ ഒരു കാക്കച്ചി വന്നേ ഉള്ളൂ, അവളുമാർ വേറെ കൂട്ടറെ വിളിച്ച് എന്തൊക്കെയാണോ നടക്കുന്നത്. അപ്പോഴേ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിലും രാവിലെ മോനെ പോകുമ്പോഴത്തേനൊക്കെ എല്ലാം ഒക്കെ ആയി വരും. പിന്നെ നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ അടുക്കളയിലത്തെ പണി നമുക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴിന്ന് കടുക് കഴുകക്കോ ഉലുവ കഴുകക്കോ ഒക്കെ ഉള്ളായിരുന്നു. അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. എന്നാലും കുക്ക് ചെയ്തതൊന്നും കാണിച്ചത് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.